മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ അവസാനമായി. ഈ ഒരു കാര്യങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ഇപ്രാവശ്യം പോയാൽ മഞ്ചേശ്വരം മണ്ഡലം BJPക്ക് പോയാൽ പിന്നെ ഒരു 50 വർഷത്തേക്ക് പിന്നെ പ്രതീക്ഷിക്കേണ്ട. പ്രിയമുള്ളവരെ, നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. ഇന്ന് പറയാൻ പോകുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിനെ പറ്റിയാണ്. കാസർഗോഡ് ജില്ലയിലെ വടക്കേ അറ്റമായ കർണാടകയിൽ ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. 1976 മുതൽ 2006 വരെ മുസ്ലിം ലീഗാണ് ഭരിച്ചത്. 2006 മുതൽ 2011 വരെ LDF സർക്കാരാണ് ഭരിച്ചത്. BJP 2006 മുതൽ BJPക്കാർ തൊട്ടു പുറകെ ഉണ്ടെങ്കിലും ഇതുവരെ സീറ്റ് നേടാൻ പറ്റില്ല എന്ന് ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. ഒരു പ്രാവശ്യം 2016 അബ്ദുൾ റസാഖ് ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്താണ് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ ഒരു 89 വോട്ടിനാണ് മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് വിജയിച്ചത്. ഇന്ന് ആ മണ്ഡലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് SDP എന്നുള്ളൊരു പാർട്ടിക്ക് സ്ഥാനാർത്ഥി, അതിന് ഉത്തരവാദി ആരാണ്? ഈ പ്രാവശ്യം BJPക്കാർ ഫീൽഡിനും പോകേണ്ട, ഒരു കഷ്ടപ്പാടും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി വിജയിക്കും ഈ പ്രാവശ്യം BJP. അതിന് കാരണക്കാരാണ് കേരളത്തിൻ്റെ മലബാറിൽ ഒരു BJP സ്ഥാനാർത്ഥി വരുന്നതിനുമ്പോഴത്തേക്ക് അതിനേക്കാളും അപ്പുറത്തൊരു നാണക്കേട് മലബാർക്കില്ല. ഇതിനുള്ള കാരണക്കാരാണ്? മുമ്പരിച്ച ആൾക്കാരാണ്. SDP എന്ന് പറയുമ്പോൾ നല്ലൊരു പാർട്ടിയാണ്, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ജയിച്ചാൽ SDP നല്ലൊരു പാർട്ടി തന്നെയാണ്, വിജയസാധ്യത കുറവാണ്. പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോഴത്തേക്ക് SDP വോട്ട് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും മുസ്ലിം ലീഗ് തോറ്റുപോകും. പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്നും 3ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഈ പ്രാവശ്യം 4ാം സ്ഥാനത്തേക്ക് എത്തും. ആ സമയത്ത് വിജയിക്കാൻ സാധ്യത ആരാ? BJP ആണ്. ഈ BJPയെ എങ്ങനെ നേരിടും? എത്ര ആലോചിച്ചും പിടികിട്ടുന്നില്ല. ഞാൻ പറയുന്നു ഇത് നേടാൻ പറ്റില്ല. എന്ത്? ഈ പ്രാവശ്യം BJPക്ക് തീരെ എഴുതി കൊടുക്കേണ്ടതുണ്ട് മഞ്ചേശ്വരം മണ്ഡലം. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്, മഞ്ചേശ്വരം മണ്ഡലത്തിൽ വന്ന് നമ്മൾ നോക്കിക്കോളാം. എന്ത് നോക്കാൻ സഹോദര? ഒരു പ്രാവശ്യം ഭരണം വിട്ടു പോയാൽ പിന്നെ ഒരു 50 വർഷത്തേക്ക് പിന്നെ നോക്കണ്ട. മഞ്ചേശ്വരം മണ്ഡലം എന്നും BJPക്കാരുടെ കയ്യിലായിരിക്കും. ചിലപ്പോൾ നല്ല വികസനം കാര്യങ്ങളൊക്കെ കിട്ടും, ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് വരും 5 വർഷത്തേക്ക്. 2ാമത്തെ പ്രാവശ്യം അവർ തന്നെ വിജയിക്കും. ഹിന്ദുസ് വോട്ട് മൊത്തത്തിൽ അവന്മാർക്ക് കിട്ടും. അതുമാത്രമല്ല ഒരുപാട് വികസന കാര്യങ്ങളൊക്കെ ചെയ്യും. വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ 2031 വീണ്ടും വന്നാൽ, പിന്നെ ഒരിക്കൽ വന്നാൽ പിന്നെ പിടിച്ചിരിക്കാമല്ല, വീണ്ടും വന്നാൽ BJPൻ്റെ തനി സ്വരൂപം കാണും. പിന്നെ നമ്മൾ പെങ്ങന്മാർക്ക് വൈകിട്ട് നടക്കാൻ പറ്റില്ല. ആ സമയത്ത് മഞ്ചേശ്വരം മണ്ഡലം ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, കിട്ടുന്ന വിലക്ക് കൊടുത്തു പോകാൻ തുടങ്ങും. മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ അവസാനമായി. ഈ ഒരു കാര്യങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ഇത് മുമ്പേ ചിന്തിക്കേണ്ട ഓരോരോ കാര്യങ്ങളായിരുന്നു. ഒരു ദേശം കൊണ്ട് കിണർ ചേരാൻ പറ്റും, അതേ ദേശം കൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റില്ല, ആൾക്കാരെ പിടിച്ച് കയറ്റേണ്ടി വേണ്ടിയിട്ടും. ഒരു പ്രാവശ്യം പോയാൽ മഞ്ചേശ്വരം മണ്ഡലം BJPക്ക് പോയാൽ പിന്നെ ഒരു 50 വർഷത്തേക്ക് പിന്നെ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് വളരെ ചിന്തിച്ച് വേണം ആൾക്കാരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ. ഇനിയും വൈകിട്ടില്ല, ഇനിയും ശരിയാക്കാം. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ മഞ്ചേശ്വരം മണ്ഡലം മറക്കണം, പിന്നെ ഒരിക്കലും ശരിയാക്കാൻ പറ്റില്ല. നിങ്ങൾ പറയും ഞാൻ BJPക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നതോ, അല്ല മുസ്ലിം ലീഗ് സപ്പോർട്ടായി സംസാരിക്കുന്നതോ, SDP സപ്പോർട്ടായി സംസാരിക്കുന്നുണ്ടോ, അല്ല കമ്മ്യൂണിസ്റ്റിക്ക് വേണ്ടി സപ്പോർട്ടായിരിക്കുന്നുണ്ടോ? ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. സാധാരണക്കാരന് ജീവിക്കാനേ സാധാരണക്കാർക്കുള്ള പാർട്ടി വേണം.
നമ്മൾ കണ്ട് 2019 NRC വന്നു, ഒരുപാട് കാര്യങ്ങളായി, ഒരുപാട് ജീവൻ പോയി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായി. ഇനി മഞ്ചേശ്വരം മണ്ഡലത്തിന് മാത്രം ഒരു പ്രശ്നം വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഇന്ന് എഴുതി വെച്ചോ. ആ ഒരു പ്രശ്നം നേരിടാൻ എല്ലാ ജനങ്ങളും തയ്യാറായിക്കോ. നന്ദി, നമസ്കാരം.